തൃശ്ശൂരെ ഓണം ഫെസ്റ്റാണ്. വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. നമ്മളെ നോക്കട്ടെ എത്രയും വരെ നമുക്ക് സംഘടിപ്പിച്ച് തരാൻ ഒക്കും എന്നുള്ളത് നമ്മളിത് കയറി കഴിയുമ്പോൾ മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഇത് ആകാശപാത നമ്മൾ കണ്ടു. അതിനോടനുബന്ധിച്ച് തന്നെ ഓണം ഫെസ്റ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ലൊരു കാഴ്ച തരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നോക്കട്ടെ, അതനുസരിച്ച് നമുക്കിത് കൈകാര്യം ചെയ്യാം. കിട്ടിയതിന് ശേഷം മാത്രമേ ഇതെങ്ങനെ പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്ന് അറിയാൻ സാധിക്കൂ. വളരെ മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൂടെ അകത്തേക്ക് കയറിപ്പോകാനുള്ള സ്ഥലം നമ്മൾ വന്നപ്പോൾ ദൈവാധീനത്തിന് ആരും ഇല്ല. അതാണൊരു ഗുണം. തിരക്കില്ലാത്ത ഒരു കാഴ്ച നമുക്കിവിടെ നിന്ന് കാണാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുഷ്പമേള എന്ന് പറയുമ്പോൾ തന്നെ ചെടികളാണ് ഇവിടുന്ന് തുടക്കം. അങ്ങനെ രസാവഹമായ പുഷ്പത്തിലേക്ക് ആ കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. നിങ്ങൾ ഓണത്തിന് ഇത് വന്ന് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വന്ന് കാണുക എന്നുള്ളതാണ്. എത്ര മനോഹരമായ കാഴ്ച. അപ്പോൾ ഇതൊരിക്കലും ഒരു നഷ്ടമാണ് എന്ന് തോന്നുന്നില്ല. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്ത് വളരെ മനോഹരമായ കാഴ്ചകൾ, നല്ല രസാവഹമായ ഒരു പുഷ്പമേള തന്നെ നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് ഈ കാഴ്ച കാണുമ്പോൾ നമുക്കറിയാൻ കഴിയും. ചെടികളെല്ലാം വെച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. ഇതിലാരും ഇല്ലാത്തത് കൊണ്ട് വളരെ ഭംഗിയായിട്ടിത് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിന് ടിക്കറ്റ് എടുക്കണം. 100 രൂപയാണ് അതിൻ്റെ ടിക്കറ്റ് ചാർജ്. എന്തായാലും അതിമനോഹരം. ഇങ്ങനെ ഈ പൂക്കളൊക്കെ എങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് കാഴ്ചയ്ക്ക് വേണ്ടി തരുന്നു എന്നുള്ളൊരു വലിയ സംഭവം തന്നെയാണ്. ഓർക്കിഡ് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത്. അടിപൊളി. ഈ കാഴ്ച അതിമനോഹരമാണ്. വിവിധ തരത്തിലുള്ള ആന്തൂറിയങ്ങളാണ്. വിവിധ തരമുണ്ട്. വിവിധ കളറുകളിലൊക്കെ ആയിട്ടുള്ള ആന്തൂറിയവും ഓർക്കിഡും എത്ര രസാവഹമാണ്, മനോഹരമാണ്. ഈ കാഴ്ച ഒരിക്കലും ഒരു നഷ്ടമല്ല. നിങ്ങൾ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് വന്ന് കാണാൻ വളരെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണിത്. എത്ര മനോഹരമായ സെറ്റിങ്. ആ കാഴ്ചകൾ അതിമനോഹരമാണ് കേട്ടോ. വളരെ മനോഹരമായ കാഴ്ച. എത്ര മനോഹരമായ പൂച്ചെടികളല്ലേ. കണ്ടിട്ടെങ്ങനെ എല്ലാവർക്കും അത് സന്തോഷമായോ? നമുക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോവാം. അടുത്ത കാഴ്ചകൾ ഇതിലും മനോഹരമായിരിക്കാം. വരുന്നവർക്ക് ഐസ്ക്രീമൊക്കെ കൊടുത്ത് തണുപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സംവിധാനം അടുത്ത സ്ഥലത്ത് അതിലും മനോഹരം. എത്ര രസാവഹമായ രീതിയിലാണിത് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ മാത്രമേ മനസ്സിലാവൂ. നല്ല ഒന്നാന്തരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ആ പൂക്കളുടെ തോട്ടം, റോസിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ശരിക്കും മക്കളെ, ഒരിക്കലും ഈ കാഴ്ചകളൊന്നും കാണാൻ നമ്മൾ എത്ര പണം മുടക്കിയിട്ടും ഏതൊരു നഴ്സറി പോയാലും ഒരിക്കലും കാണാൻ പറ്റില്ല. അത്ര മനോഹരമായിട്ടാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങളിത് വരണം, കാണണം. ഇതൊക്കെ ഇതിനു വേണ്ടിയല്ലേ നമ്മളിത് കാണേണ്ട ഒരു ഐറ്റം തന്നെയാണ്. എന്തു പറഞ്ഞാലും അത്ര മനോഹരമായിരിക്കുന്നു. നമ്മൾ ഊട്ടി പുഷ്പമേളയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ അതിലും ഗംഭീരമായിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. നമുക്ക് വിവിധ തരത്തിലുള്ള റോസുകൾ, എന്താ രസം. ആ കാഴ്ചയൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. എന്ത് രസമാണെന്ന് നോക്കി. ഒരു റോസിൻ്റെ കൂടാരമാണ്. എത്ര രസാവഹമായ ഒരു അന്തരീക്ഷം. ഊഞ്ഞാലൊക്കെ ഇട്ടേ എന്ത് രസമാണെന്ന് നോക്കി. എന്തൊരു രസമേ. വളരെ രസാവഹമായിട്ടുള്ള ഒരു കാഴ്ച. സത്യത്തിൽ ഇവിടുന്ന് അത് കയറാതെ പോയിരുന്നു എങ്കിൽ ഇതൊരു വൻ നഷ്ടമെന്ന് തന്നെയാണ് ഞാനിത് എടുത്തെടുത്ത് പറയുകയാണ്. കാരണം അത്ര മനോഹരമാണ് ഈ കാഴ്ച. പുഷ്പമേള, അടിപൊളി പുഷ്പമേള തന്നെ. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട എന്നുള്ളത്. എത്ര തരം റോസുകളാണ് ഇരിക്കുന്നത്.
എത്ര രസമാണല്ലേ! നിങ്ങൾ കാണണം കേട്ടോ, നിങ്ങൾ വരണം. തൃശ്ശൂർ വന്നാൽ ഇതൊരു നഷ്ടമല്ല. ഇതിന് ഒരിക്കലും ഒരു നഷ്ടമല്ലാത്ത 100 രൂപ മുടക്കിയാൽ 1000 രൂപയുടെ പ്രയോജനം കിട്ടുന്ന, മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാഴ്ച. എന്താ മക്കളെ, പൊളിച്ചടിക്കില്ലേ! എത്ര രസമാണ് ഇതൊക്കെ കണ്ടില്ലേ! എന്താണ് ഒരുക്കം! അടിപൊളി ഒരുക്കം. സുന്ദരമായിട്ട് എല്ലാ ചെടികളും പേര ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. അതാണ് അതിൻ്റെ, കണ്ടില്ലേ എത്ര മനോഹരമായ ചൈവനയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഫൗണ്ടൻ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചെടികളും, ഏത് ഐറ്റം ചെടികളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഫൗണ്ടൻ ഉൾപ്പെടെ പ്രവർത്തിക്കും. ലൈറ്റൊക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ എല്ലാം നല്ല വളരെ രസാവഹമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. എത്ര മനോഹരമായ ഏർപ്പാടാണ്! കിടുക്കാച്ചി സംഭവമല്ലേ! ഏതൊക്കെ ടൈപ്പ് ചെടികൾ വേണം! ചെറിയ റോസ കണ്ടില്ലേ, എന്താ ഇലച്ചെടികൾ ഉൾപ്പെടെയുള്ള എന്തൊരു സംവിധാനമാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ എന്ത് രസമാണ്! തൃശ്ശൂരിൻ്റെ മണ്ണിൽ നമുക്കൊരിക്കലും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള പൂക്കൾ. എന്താ അല്ലേ! കണ്ടിട്ട് എങ്ങനെ കൊണ്ട് കാഴ്ച കണ്ടിട്ട് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കണ്ടില്ലേ, തക്കാളിയൊക്കെ കായ്ച്ച് കിടക്കുക. തക്കാളി പഴങ്ങൾ നമുക്ക് കാണാം ഇവിടെ. കാഴ്ച അത്ര മനോഹരമാണ് മക്കളെ. ഓർക്കിഡുകാർ വന്നാൽ ഏത് ടൈപ്പ് വേണം ഓർക്കിഡ്, വിവിധ തരത്തിലുള്ള ഓർക്കിഡുകൾ. എന്താ അല്ലേ! തക്കാളിപ്പഴം കണ്ടല്ലോ ചട്ടിക്കകത്ത് നിൽക്കുന്നത്. എന്താ കണ്ടില്ലേ! തക്കാളികളുടെ ഒരു കൂട്ടമാണിവിടെ. അതും കായ്ച്ച് പഴുത്തൊക്കെ നിൽക്കുന്നത് കാണാം. എത്ര മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ! ആളുകളൊക്കെ ചൂടായതുകൊണ്ട് ആൾ കുറവാണെങ്കിലും വൈകുമ്പോഴത്തേക്ക് ഇത് മാറുമെന്നാണ് അവർ പറയുന്നത്. ഇലച്ചെടികൾ ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും കാണാം. എത്ര രസമാണ് ഇലച്ചെടികളൊക്കെ അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഗുണം. ഫൗണ്ടൻ തന്നെ കണ്ടില്ലേ, അത് രാത്രി സമയത്ത് ഈ ഫൗണ്ടൻ എല്ലാം കൂടെ പ്രവർത്തിക്കും. എത്ര മോട്ടറുകളാണ് ഇരിക്കുന്നത്! അടിപൊളിയായിട്ട് അതിൻ്റെ ആ സിഗ്നൽ, അതിന് മ്യൂസിക്കിന് അനുസരിച്ചായിരിക്കും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്ര മനോഹരമാണിത് കേട്ടോ, ഒരിക്കലും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത മനോഹരമായ കാഴ്ച. കിടുക്കാച്ചി സാധനങ്ങളല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ! അടുത്ത എൻട്രൻസിലേക്ക് കയറുന്നതാണ്. അടുത്ത നമ്മൾ പക്ഷി സങ്കേതത്തിലേക്കാണ് കടന്നത്. ഇതൊരു ഓപ്പൺ സംവിധാനമാണ്, അതുകൊണ്ട് അവർ അടച്ചിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ പറന്ന് കിടക്കുന്ന, കണ്ടോ കിളികളെല്ലാം പറന്ന് കിടക്കുന്ന എത്ര മനോഹരമായ കാഴ്ചയാണെന്നറിയാമോ! ഇതൊരിക്കലും ആരും മിസ് ചെയ്യരുത്. AC ഒക്കെ വെച്ച് ആ കിളികളുടെ പ്രവർത്തനത്തിനനുസരിച്ച് വൈക്കോലും ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് AC ഒക്കെ വെച്ച് എത്ര രസാവഹമായിട്ടായിരിക്കുന്നത്. നമ്മളോടൊപ്പം ഒരു ചാടി പറന്ന് കളിക്കുന്ന രംഗങ്ങൾ എത്ര മനോഹരമാണെന്ന് നോക്കിയേ. നിങ്ങൾക്ക് ആർക്ക് എവിടെ കാണാൻ കഴിയും? ഇത് അത്ര രസാവഹമാണിത്. ഈ കാഴ്ച ഒന്ന് കാണാൻ എന്ത് വില കൊടുത്തും വന്ന് കാണുക എന്നുള്ളതാണ് ഇതിൻ്റെ ആ ശൈവന. പക്ഷേ ഇതിന് തക്കതായ രീതിയിൽ ഒരു പബ്ലിസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് എനിക്കൊരു സംശയം. എന്താ കൊച്ചു കുഞ്ഞുങ്ങൾ എല്ലാവരും ഉണ്ട്. എന്താ രസം! ഓപ്പണായിട്ടിരിക്കുവാണ്, അവരിങ്ങനെ പറന്ന് കടന്ന് ഉല്ലസിക്കുവാണ്. കണ്ടില്ലേ അവരുടെ കൂടും! എത്ര രസമാണെന്ന് നോക്കിയേ. ഇങ്ങനൊരു സംവിധാനം നമ്മൾ കണ്ടിട്ടില്ല. ഈ ഒരു സംവിധാനത്തിൽ അഴിച്ചു വിട്ടിരിക്കുന്ന കിളിയെ, ഒരു ഹാള് മുഴുവൻ അഴിച്ചു വിട്ടിരിക്കുന്ന ആ കിളിക്കുഞ്ഞുങ്ങളാണ്. ഇത് കണ്ടില്ലേ, എല്ലാ ഐറ്റം ആളുകളും ഇരിപ്പുണ്ട്.
പറന്നു കഴിഞ്ഞു. ഉണ്ടല്ലേ എന്താ രസം. നമ്മൾ വയലുകളിലൊക്കെ ഇത് കണ്ടിട്ടുള്ളൂ. ഉണ്ടോ? കണ്ടില്ലേ? എത്ര മനോഹരമായ ദൃശ്യം. കണ്ടോ? കിളികൾ പറന്ന് നടക്കുക. എവിടെ കിട്ടും മക്കളെ ഇത്? എല്ലാവരും പറക്കുന്ന കണ്ടില്ലേ? വിവിധ തരം തത്തകൾ ഇരിക്കുന്ന കണ്ടോ? കണ്ടില്ലേ? തത്ത ഇരിക്കുന്ന കണ്ടോ? വിശാലമായി പറന്നു കിടക്കുന്ന ഒരു കിളിക്കൂട്ടിലേക്കാണ് നമ്മൾ വന്നത്. കണ്ടില്ലേ? AC ഒക്കെ വെച്ച് അതിനെ റെഡിയാക്കിയിരിക്കുക. ഇതെവിടുത്തെ തത്തയാ? എവിടെയുള്ള ഇത് തത്ത? ആഫ്രിക്കൻ തത്ത. ഇതാ ഒരു ആഫ്രിക്കൻ തത്ത. ഒരു ആഫ്രിക്കൻ തത്തയാണ് ഇരിക്കുന്നത്. കണ്ടോ? ചിന്നു. ഇരിക്കുന്ന തത്തകൾ പറക്കുന്ന കണ്ടോണം. കുഞ്ഞുങ്ങളെല്ലാം വീണ്ടും അവർ ഇറങ്ങി ഓടി പറന്നു കഴിഞ്ഞു. എത്ര രസാവമായ കാഴ്ചയല്ലേ? കണ്ടോ? ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. റോബോട്ട് നമ്മളെ തൊഴുന്നതാ. അയ്യോ, റോബോട്ട് ഏതൊക്കെ ടൈപ്പ് റോബോട്ടുകളാണ് എന്നാണ് നമുക്ക് മനസ്സിലായില്ലേ? എന്തും ചെയ്യാൻ കഴിയുന്ന റോബോട്ടുകൾ. എത്ര രസം. നമ്മുടെ നായ്ക്കൾ നടക്കുന്ന പോലെയാണ് നടക്കുന്നത്. കണ്ടോ? തൊഴുതു. നമ്മളെ തൊഴാൻ നിൽക്കുന്നു. തൊഴുതു കഴിഞ്ഞു. കണ്ടോ? വളരെ രസാവഹമായ കഥകളാണ്. ഓക്കെ, അടുത്ത സ്ഥലത്തേക്ക് കയറാം. അടുത്ത ബെഡുകളും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് കയറിയത്. ഷോപ്പുകളാണ് ഇനിയും. വിവിധ തരത്തിലുള്ള ഷോപ്പുകളിലുള്ള ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ രസകരമാണ് എല്ലാം കാണാൻ. വിവിധ തരത്തിലുള്ള അലമാരകൾ, കട്ടിലുകൾ, സെറ്റുകൾ എല്ലാമുണ്ട്. വിവിധ തരം സെറ്റുകളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 100 രൂപയ്ക്ക് ഒരു പാസ് എടുത്താൽ ഇതൊന്നും ഒരു നഷ്ടമേ അല്ല. AC സംവിധാനമാണെല്ലാം.